ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു തരുന്നതും ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നതും. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് ജയൻ ഹ്യൂജിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ആരോ വന്ന് ബെല്ലടിക്കും. അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അമ്മ പ്രിപ്പയർ ചെയ്ത സൈഡ് ഡിഷസുമായിട്ട് നെയ്ബർ വന്നതാണ്. നിങ്ങൾ കപ്പിളൊന്നും അല്ലല്ലേ, നിങ്ങൾ ക്യാമ്പിങ്ങിന് പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അയാൾ പറയും. അവിടെ സീക്രട്സ് ഒന്നും ഇല്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. ഇവരുടെ ഇടയിലുള്ള അറ്റ്മോസ്ഫിയർ ഓക്വേർഡ് ആണെന്ന് അയാൾക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അയാൾ റീസൺ ചോദിക്കും. പക്ഷേ ഇവള് പാത്രമൊക്കെ തിരിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് പോകും. പിറ്റേ ദിവസം അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും ഹ്യൂജിൻ ഓഫീസിൽ പോകാനായിട്ട് ധൃതി കാണിക്കും. അവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂജിന് ഭയം പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടും. ഇതുവരെ എനിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്ത് തന്നിട്ടില്ല, ഞാൻ പനിയായിട്ടൊക്കെ കിടക്കുമ്പോൾ, അതുകൊണ്ട് നിനക്ക് പോലും ഞാൻ തരത്തില്ല എന്നൊക്കെ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അവൻ ഫുഡൊക്കെ കഴിക്കുന്നത്. നോക്കുമ്പോൾ അവളവിടെ ആപ്പിൾ കുറച്ച് അവൻ കടിച്ചു വെച്ചേക്കുന്നത് കാണും. തലേദിവസത്തെ സംഭവങ്ങൾ കാരണം അവള് അൺകംഫർട്ടബിൾ ആണോ, അതുകൊണ്ടാണോ ഇനി കഴിക്കാതെ പോയതെന്ന് അവന് സംശയം തോന്നും. അന്നേരം അവന് ഹ്യൂജിന്റെ മെസ്സേജ് വരും. ഹ്യൂജിൻ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഡേ കെയറിൽ നിന്ന് ഒരു കോള് വരും. ഒരു സ്പോട്ട് ഒഴിഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനെ വേണമെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുവന്ന് ചേർക്കാതാകുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പരിചയമാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കോള് വരുന്നത്. ഇവക്കാണെങ്കിൽ അത് അന്നേരം തന്നെ തേങ്ങനെ വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ വിളിക്കാനൊരു മടിയായതുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തേങ്ങ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ ഡ്രസ്സ് ചെയ്യിക്കും. ഡ്രസ്സ് ചെയ്യിച്ച് കഴിയുമ്പോൾ കുഞ്ഞ് ഓരോന്നായിട്ട് ഊരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡേ കെയറിലേക്ക് വരുമ്പോൾ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അങ്കിളാണ്, എനിക്ക് അച്ഛനാകാനുള്ള പ്രായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കും. കുഞ്ഞിന്റെ ഫോമിൽ എമർജൻസി കോൺടാക്റ്റിന്റെ അവിടെ അവന്റെ പേര് ഫിൽ ചെയ്ത് കഴിയുമ്പോൾ രണ്ടുപേരുടെയും ഫാമിലി നെയിം ഒന്നാണെന്ന് അവൻ കാണും. അവൻ കുറച്ചു നേരം എന്തോ ആലോചിക്കും. രണ്ടുപേരും ഫാമിലി ആണല്ലോ, ആ ഒരു തിരിച്ചറിവ് വീണ്ടും അവന് വരുവാണ്. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുവിട്ട് കഴിയുമ്പോഴത്തേക്കിനും കുഞ്ഞിന്റെ അടുത്ത് ജോലിക്ക് പോവുകയാണ്, വൈകിട്ട് വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് ആൻഷ്യസ് ആവും, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടീച്ചർ അവനോട് പറയും. പണ്ട് ചേട്ടന് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തിരുന്നത് അവൻ ഓർമ്മ വരും. ഒരിക്കലും അത് കുഞ്ഞിന് സംഭവിക്കാൻ പാടില്ല എന്ന് അവൻ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ജോലിക്ക് പോവുകയാണ്, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ആന്റി വന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ കുഞ്ഞിന്റെ അടുത്ത് പറയും. കുഞ്ഞ് ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിക്കും. അന്നേരം അവനത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കുഞ്ഞിനെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് സങ്കടം തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ അവന് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടു എന്നെല്ലാം പറഞ്ഞ് ഫോട്ടോ അയക്കാന്ന് വിചാരിച്ച് ഹ്യൂജിന് മെസ്സേജ് അയക്കാനായിട്ട് എടുക്കും. പക്ഷെ ഫോട്ടോ അയക്കുന്നത് അവന്റെ സെൽഫി ആയിപ്പോവും. അവളത് കണ്ടു എന്ന് അവന് മനസ്സിലാവും. പക്ഷെ റിപ്ലൈ ഒന്നും അവൾ അയക്കത്തില്ല. തേങ്ങ എന്തിനാണ് സെൽഫി അയച്ചതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹ്യൂജിൻ. അന്നേരമാണ് സേവൺ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ ഫോട്ടോ കാണും. ഇതെന്താ ഫോട്ടോ ഒക്കെ അയച്ചു തന്നേക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നടന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇന്നലെ എന്നോട് കൺഫ്യൂസ് ചെയ്തു, പക്ഷെ ആൾക്ക് നല്ല പനിയായിരുന്നു, മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ സെഡേഷനിൽ എന്തോ പറഞ്ഞാണെന്ന് തോന്നുന്നു ഹ്യൂജിൻ പറയും. യൂസൻ എന്റെ ഫസ്റ്റ് ലവ് അല്ലേ, സാധാരണ ഇത്തരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ചിലരൊക്കെ ഡേറ്റ് ചെയ്യാറുണ്ട് വീണ്ടും. നിനക്ക് ഇപ്പോഴും പഴയ ഇഷ്ടമുണ്ടോ യൂസങ്ങിന്റെ അടുത്ത്? യൂസങ്ങിന് ഇപ്പോഴും പഴയതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് സെവൺ പറയും. എനിക്കതറിയില്ല, യൂസങ് എല്ലാവരുടെ നന്നായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യാറുള്ളത്, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിട്ടില്ല എന്ന് അവൾ പറയും. അങ്ങനെയാണെങ്കിൽ ചേങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ നിനക്ക് എന്താണ് തോന്നാറുള്ളത് എന്ന് സെവൺ ചോദിക്കും. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ചേങ്ങന്റെ കൂടെ ഉണ്ടാകാറുണ്ട്. അതെനിക്ക് ഒരേ സമയം സന്തോഷവും ആശ്വാസവുമാണ്. ചേങ്ങും ഞാനും ഏകദേശം ഒരുപോലെ ആണെന്ന് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. തേങ് ഒരുപാട് വേദനിച്ച ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആള് ലോൺലി ആണ്, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ കാര്യമായിട്ട് തേങ്ങിനെ പറ്റി പറയും. ഇനി പിന്നെ ഇത്രയൊക്കെ അറിയെങ്കിൽ നിനക്ക് തേങ്ങിനെ അങ്ങനെ ഡേറ്റ് ചെയ്തുകൂടെ എന്ന് സേവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് പറയും. അത് ഇനി വേണമെങ്കിലും ആലോചിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവൾ കളിയാക്കുകയും ചെയ്യും. ക്ലയന്റിനെ മീറ്റ് ചെയ്തതിന് ശേഷം ഹ്യൂജിനെയും കൂട്ടി യൂസൺ ഒരു കഫേയിലേക്ക് വരും. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഡ്രിങ്ക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യിക്കും. പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ആയിരുന്നു ഇത്. എന്റെ ടേസ്റ്റ് ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ അതൊരിക്കലും മറന്നിട്ടില്ല, ഈ ഒരു സീസൺ ആകുമ്പോൾ ഇയാൾ ഇത് കുടിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ എന്നും ആലോചിക്കുമായിരുന്നു. വേറൊരാൾ ഇത് ഓർഡർ ചെയ്യുമ്പോഴും തന്നെ പറ്റിയാണ് ഞാൻ ആലോചിച്ചിരുന്നതെന്ന് അവൻ പറയും. കോളേജിൽ നിന്ന് പോകുന്നേ പിന്നെ ഞാൻ സിംഗിൾ ആയിരുന്നു എന്ന് അവൻ എടുത്തു പറയുന്നുണ്ട്. അത് പക്ഷെ അവൾ വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. കാരണം അവൻ അന്നും നല്ല സ്മാർട്ടായിരുന്നു, ഇന്റലിജന്റ് ആയിരുന്നു, ടോളായിരുന്നു, ഹാൻസം ആയിരുന്നു. അങ്ങനെ ഒരാള് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. കുഞ്ഞിനെ ആദ്യമായിട്ട് ഇന്ന് ഡേ കെയറിൽ വിട്ടു, അവരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കിനും ചേങ്ങിന്റെ കൂടെയല്ലേ ഇപ്പൊ താമസം എന്ന് അവൻ ചോദിക്കും. ചേങ് ഒരു മാസം കഴിയുമ്പോൾ താമസം മാറുമെന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് നന്നായി, നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ ബോധമായിരുന്നു എന്ന് യൂസൺ അവളുടെ അടുത്ത് പറയും. എമിജുവിന്റെ ഹസ്ബൻഡ് ചേങ്ങിന്റെ അടുത്ത് വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ലിസ്റ്റ് പറയുന്നതിന്റെ കൂട്ടത്തില് എമിജുവിന്റെ ഫുഡിന്റെ കാര്യമെല്ലാം പറയുമ്പോഴത്തേക്കും ഞാൻ അസിസ്റ്റന്റ് അല്ലേ, എന്തിനാ ഇതൊക്കെ നോക്കുന്നതെന്ന് ചോദിക്കും. ഒരു അസിസ്റ്റന്റ് ഇതെല്ലാം ചെയ്യണമെന്നാണ് അയാൾ മറുപടി പറയുന്നത്. ഇയാൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യും, കാരണം ഇത് ഫോട്ടോഗ്രാഫിയിലെ എൻ്റെ ലാസ്റ്റ് ഷോട്ടാണ്, ഞാൻ ലാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട്
എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ ചെയ്യാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കും. അപ്പോൾ ആ പ്രപ്പോസൽസ് എല്ലാം നോക്കുകയും ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടി റെഫർ ചെയ്യാനുണ്ട്, അതിനുശേഷം ഫൈനൽ ഡിസിഷൻ ഞാൻ ഇന്ന് തന്നെ പറയാമെന്ന് പറയും. അവൻ്റെ ആറ്റിറ്റ്യൂഡ് അയാൾക്ക് ഇഷ്ടപ്പെടും. തേങ്ങ എടുത്ത ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ടീമിലെ ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്കെല്ലാം അവനെ പറ്റി വലിയ മതിപ്പാവും. കുഞ്ഞിനെ വിളിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഹ്യൂജൻ ഡേ കെയറിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് വാതിലിനടുത്തേക്ക് ഓടും. ഇവളും പുറകെ ചെല്ലുമ്പോഴത്തേക്കും തേങ്ങ അകത്തേക്ക് വരും. രണ്ടുപേരും ഓക്വേർഡായിട്ടാണ് സംസാരിക്കുന്നതല്ല. ഇയാളുടെ അപ്പാർട്ട്മെന്റിന്റെ പണിയെല്ലാം തീർന്നു, വന്ന് നോക്കണം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് തേങ്ങിന് കോള് വരും. അവനൊട്ടും ഹാപ്പി അല്ല. ഇത്ര പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തു തീർന്നതെന്നാണ് അവൻ ഉടനെ തിരിച്ചു ചോദിക്കുന്നത്. അത് കൊള്ളാലോ, ഇയാളല്ലേ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞത്. തന്നെയല്ല, ഞാൻ പറഞ്ഞത് 1 മാസത്തെ സമയമാണ്. 1 മാസം തീരാറായി, അടുത്ത ആഴ്ചയാകുമ്പോൾ 1 മാസം ആവുമെന്ന് അയാൾ മറുപടി പറയും. അന്നേരമാണ് സമയം എത്ര പെട്ടെന്നാണ് പോയതെന്ന് അവൻ തിരിച്ചറിയുന്നത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതെല്ലാം സത്യമാണ്, എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറയാതിരുന്നെങ്കിലും ഇയാളത് ശ്രദ്ധിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്കങ്ങനെ എൻ്റെ ഫീലിങ്സ് ഹൈഡ് ചെയ്യാനായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇയാളെ ഒന്നിനും നിർബന്ധിക്കത്തില്ല, ഇയാളോട് മറുപടിയും ചോദിക്കത്തില്ല എന്ന് ടേം ഹ്യൂജിൻ്റെ അടുത്ത് പറയും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇതുപോലെ ഓക്വേർഡായിട്ട് പെരുമാറാതെ നേരത്തെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കും. കുഞ്ഞിന് പോലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് കുഞ്ഞും അതുകൊന്നും മിണ്ടുന്നൊന്നുമില്ല. ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് നോക്കുമ്പോഴത്തേക്കിനും കുഞ്ഞ് ഹ്യൂജിൻ്റെ പേഴ്സിൽ മുഴുവൻ കളർ പെൻസിൽ വെച്ച് കുത്തിവരച്ചിട്ടുണ്ടാവും. അന്ന് രാത്രി സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാള് ഇവരുടെ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലേക്ക് ചെല്ലും. ഹ്യൂജ് രാത്രിയിൽ അമ്മയെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും. ഹ്യൂജിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അന്നേരം ടേം വന്ന് കുഞ്ഞിനെ വാങ്ങിക്കും. പുറത്തുനിന്ന് ഈ സമയം ആരോ വാതിൽ തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. അകത്തുനിന്ന് സംസാരം കേൾക്കുമ്പോൾ അയാൾ തിരിച്ചു പോകും. പിറ്റേ ദിവസം ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പോകാൻ ധൃതി വെച്ച് നിൽക്കുകയാണ് ഹ്യൂജിൻ. അവൾ നോക്കുമ്പോൾ അവിടെ പേഴ്സും ഐഡിയും ഒന്നും കാണുന്നില്ല. എല്ലാം കാണിച്ചു കൊടുക്കുന്നത് ടേങ് ആണ്. അവളെ യാത്ര പറയാനായിട്ട് വരുമ്പോൾ ഒരു ബ്രെഡ് അവളുടെ വായിൽ വെച്ച് കൊടുക്കും. അവൾ താഴേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ പോലീസൊക്കെ വന്ന് നിൽപ്പുണ്ട്. എന്താണ് കാര്യം എന്ന് അവൾ ചോദിക്കാനായിട്ട് നിൽക്കത്തില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയി. ടേങ് കുഞ്ഞിനെ ഡേ കെയറിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ എല്ലാവരും നിന്ന് സംസാരിക്കുന്ന കാണും. കാര്യം ചോദിക്കുന്നുണ്ടേ, കുറച്ച് ദിവസമായിട്ട് സസ്പീഷ്യസ് ആയിട്ട് ഒരാളെ ആ നെയ്ബർഹുഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ പല അപ്പാർട്ട്മെന്റ്സിലും അയാൾ കയറി മോഷ്ടിച്ചു. ഒറ്റയ്ക്ക് പെൺകുട്ടികൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്സിൽ മാത്രമാണ് അയാൾ കയറിയേക്കുന്നത്. അതുകൊണ്ട് ഹ്യൂജിന്റെ അടുത്ത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയണം എന്നൊക്കെ അവർ പറയും. അങ്ങനെ ടേം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഹ്യൂജിന് മെസ്സേജ് അയക്കും. രാത്രിയിൽ ഒരുപാട് വൈകാതെ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കണമെന്ന് അവൻ പറയും. തേങ്ങനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും സേവൻ അവളെ ടീസ് ചെയ്യും. തേങ്ങ അവന്റെ അപ്പാർട്ട്മെന്റ് നോക്കാൻ ചെന്നിട്ട് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നോക്കും. പക്ഷെ പണിയുടെ ആളുകൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇവനെ ഉടനെ മാറാൻ താല്പര്യമില്ലാന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാൾക്ക് മാറാൻ സമയമാകുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മെയിൻ ആള് പോകും. തേങ്ങ എന്ന ഹ്യൂജിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലും. എന്നാൽ അവളാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത ബസ് സ്റ്റോപ്പിലാണ് പോയി ഇറങ്ങുന്നത്. അവൻ വിളിച്ചു നോക്കും എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ സ്റ്റോപ്പ് മാറിയാണ് ഇറങ്ങിയതെന്ന് പറയുമ്പോഴത്തേക്കും വിളിക്കാൻ വരണമെന്ന് അവൻ ചോദിക്കും. വേണ്ട, കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, ഞാൻ വന്നോളാം എന്ന് അവൾ പറയും. ഇവിടെ എന്നിട്ട് നടന്ന് കുറച്ചു ദൂരം ചെല്ലുമ്പോഴത്തേക്കിനും പുറകിൽ നിന്ന് ആരോ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അവൾ പേടിച്ച് സ്പീഡിൽ നടക്കുമ്പോഴത്തേക്കിനും ടേങ് അപ്പുറത്തെ സൈഡിൽ നിന്ന് അവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇയാൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വഴിയാവും വരും എന്ന് ഞാൻ ഊഹിച്ചതെന്ന് അവൻ പറയും. അവൾ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ഹ്യൂജിനെ കൊണ്ട് ടേങ് പ്രോമിസ് ചെയ്യിക്കും. എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ വെള്ളം ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് കുറച്ച് നാളും കൂടി ഞാൻ താമസിച്ചോട്ടേന്ന് ചോദിക്കുമ്പോൾ ഹ്യൂജിൻ സമ്മതിക്കും. അവൻ ഹ്യൂജിന് വേണ്ടിയിട്ട് പെപ്പർ സ്പ്രേ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. രണ്ടുപേരും നോക്കുമ്പോഴത്തേക്കിനും അത് വർക്ക് ആവുന്നില്ല. അവനത് വാങ്ങി അടിച്ചു നോക്കുമ്പോൾ നേരെ അവൻ്റെ കണ്ണിലേക്കാണ് വീഴുന്നത്. അവളാണ് അതെല്ലാം ക്ലീൻ ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവള് പോകാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അടിച്ച് വീഴാനായിട്ട് പോകും. അവനാണ് പിടിക്കുന്നത്. രണ്ടുപേരെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും സേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മ വരും. അവൾ ആ വെപ്രാളത്തിന് പെപ്പർ സ്പ്രേ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. യൂസങ്ങിന്റെ ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യും. അതിന്റെ വിഷ്വൽ ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള ടീമിനെയും സെലക്ട് ചെയ്യും. അത് കൊറിയയിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് മാത്രമേ അവൻ ടീംമേറ്റ്സിന്റെ അടുത്ത് പറയുന്നുള്ളൂ. അവരെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയും. വരുന്നത് എമിജോ ആണ്. സ്വാഭാവികമായും അസിസ്റ്റന്റ് ആയിട്ട് കൂടെ ചെല്ലുന്നത് ടേങ് ആണ്. അവനെ കാണുമ്പോൾ ഹ്യൂജിനും യൂസങ്ങും ഒരുപോലെ ഞെട്ടും. ഇയാളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അസിസ്റ്റന്റ് മാനേജർ ചോ അവരുടെ അടുത്ത് ചോദിക്കും. അതേ സമയത്ത് തന്നെയാണ് ഹ്യൂജിനെ എമിജോന്റെ ഹസ്ബൻഡും ശ്രദ്ധിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അയാൾ പറയുന്ന കേൾക്കുമ്പോൾ എമിജോവും അവളെ നോക്കും. ടേങ്ങിന്റെ ഫോട്ടോസിൽ കണ്ട പെൺകുട്ടിയാണെന്ന് അവർ റെക്കഗ്നൈസ് ചെയ്യും. മീറ്റിംഗ് നല്ല രീതിക്ക് പോവും. ഞാൻ ആദ്യമായിട്ടാണ് ഫുഡിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ഐഡിയാസ് കൂടി ഷെയർ ചെയ്യണമെന്ന് അവർ യൂസങ്ങിന്റെ അടുത്ത് പറയും. യൂസങ് അത് സമ്മതിക്കും. പോകുന്നതിന് മുമ്പേ ടേങ് അവനൊരു പെൻഡ്രൈവ് കൊടുക്കും. നിങ്ങളുടെ പ്രപ്പോസൽ അനുസരിച്ച് അതിലെ
റെഫറൻസ് ഒക്കെ അനുസരിച്ച് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മതിയാവുമോ എന്നൊന്ന് നോക്കി പറയണം എന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും എമി ചോ ഇംപ്രസ്ഡ് ആവും. ലിഫ്റ്റിൽ കയറാൻ വരുമ്പോഴും അസിസ്റ്റന്റ് മാനേജർ ചോ ടേങ്ങിനെ നോക്കിയിട്ട് ഇയാളെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവനെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ടേ മനസ്സിലാലോചിക്കുന്നത്. പക്ഷേ ലിഫ്റ്റിൽ കയറി കഴിയുമ്പോൾ അന്ന് ഇന്റർവ്യൂവിന് വന്ന ദിവസം അവിടെ അവൻ ബഹളം ഉണ്ടാക്കിയതും ആ വീഡിയോ വൈറലാണെന്ന് ഹ്യൂജിൻ പറഞ്ഞതും അവനെ കാണിച്ചു കൊടുത്തതെല്ലാം അവന് ഓർമ്മ വരും. എന്തായാലും എല്ലാവർക്കും അവന്റെ മുഖം അറിയാമെന്ന് അവന് മനസ്സിലാവും. അതേ സമയത്ത് തന്നെയാണ് ചോ അവനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അന്ന് ലോബിയിൽ വന്ന് ബഹളം ഉണ്ടാക്കിയ ആള് ഇയാളല്ലേ, എനിക്കിപ്പോ ഓർമ്മ വന്നു, കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാണെന്നൊക്കെ ചോദിച്ചു. ടീം ഡിന്നറിന് പോകാമെന്ന് അസിസ്റ്റന്റ് മാനേജർ സജസ്റ്റ് ചെയ്യുമ്പോൾ എമി ചൂവിന് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഡിന്നറിന് പോകുമ്പോഴത്തേക്കിനും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയും. നിങ്ങളന്ന് കപ്പിൾ അല്ലായിരുന്നു, ഡേറ്റ് ചെയ്യുന്നില്ലായിരുന്നു, പിന്നെ എന്തിനാണ് അങ്ങനെ വന്ന് സീൻ ഉണ്ടാക്കിയതെന്ന് ചോ ചോദിക്കും. ഇനി നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയില്ലേ, ഇപ്പൊ ആ ഒരു സ്റ്റേജിലാണോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്നില്ല എന്നുടനെ ഹ്യൂജിൻ കയറി പറയും. അത് കേൾക്കുമ്പോൾ തേങ്ങ ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമല്ലേ, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് കയറി യൂസങ് പറയും. തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യൂസങ് അങ്ങനെ പറഞ്ഞതെന്ന് ഹ്യൂജിന് മനസ്സിലാവും. അവൾ നന്ദിയോടെ നോക്കി ചിരിക്കും. യൂസങ് സ്നേഹത്തോടെ അവളെ നോക്കി ചിരിക്കുന്നത് ടേങ് കാണുന്നുണ്ട്. അവൻ അസൂയ തോന്നും. യൂസങ്ങിനും ടേങ്ങിനും പരസ്പരം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ടീംമേറ്റ്സ് ഗെയിംസ് കളിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ഇവർ മൂന്നുപേരും തനിച്ചാവും. ഞാൻ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഹ്യൂജിൻ ക്ലംസിയാണ്, അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് യൂസൺ പറയും. ഇത് ടേങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അവർ തമ്മിൽ നല്ല അടുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോളേജിലെ കാര്യം പറയാനായിട്ട് യൂസൺ തുടങ്ങുമ്പോൾ ഹ്യൂജിൻ സമ്മതിക്കത്തില്ല. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെന്ന് പരസ്പരം അറിയത്തില്ലായിരുന്നു എന്ന് യൂസൺ വിചാരിക്കും. പക്ഷെ ഹ്യൂജിൻ മാത്രമേ അറിയാതെ ഉണ്ടായിരുന്നുള്ളൂ. ടേങ്ങിന് അറിയായിരുന്നു അവൻ അത് പറയാതിരുന്നതാണ്. വലിയ അടുപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ ഇയാൾ പറയാതിരുന്നതെന്ന് യൂസൺ ചോദിക്കുന്നുണ്ടേ. ഞങ്ങൾ നല്ല ക്ലോസ് ആണെന്ന് അവൻ പറയും. ഇത് കേൾക്കുമ്പോൾ യൂസൺ മനഃപൂർവ്വം ടേങ്ങിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഹ്യൂജിന്റെ ചുണ്ടിന്ന് ഫുഡ് തുടച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ ഇന്നലെ ഇയാള് വല്ലാതെ പേടിച്ചു പോയോന്ന് ടേങ് അവളുടെ അടുത്ത് ചോദിക്കും. അന്നേരമാണ് തലേദിവസത്തെ സംഭവങ്ങളൊക്കെ യൂസൺ അറിയുന്നത്. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, കാരണം ടേങ് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഹ്യൂജിൻ പറയും. അത് കേൾക്കുമ്പോൾ ടേങ്ങിന് സന്തോഷവും. ബാക്കിയുള്ള ടീംമേറ്റ്സ് വന്നിട്ട് ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് പോകും. യൂസങ്ങും ടേങ്ങും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് അവിടെ നടക്കുന്നത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജയിക്കുന്നത് ടേങ്ങാണ്. എല്ലാവരും തിരിച്ചു പോകാനായിട്ട് ടാക്സി ഒക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണം, അവിടെ ഒരു അത്യാവശ്യമാണെന്ന് എമി ചൂന്റെ ഹസ്ബൻഡ് ടേങ്ങിന്റെ അടുത്ത് പറയും. അവൾ ഒറ്റയ്ക്കാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹ്യൂജിനെ കൊണ്ടുവിടാമെന്ന് യൂസങ് പറയും. അത് ടേങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അവളെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഹ്യൂജിൻ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ തിരിഞ്ഞു നോക്കിയാണ് ടാക്സിയിൽ കയറി പോകുന്നത്. ഇയാൾക്ക് ഇയാളുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലേ, ഇയാളുടെ മുഖത്ത് നിന്ന് എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇയാൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ടൈമിംഗ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്റെ കാര്യം തന്നെ കണ്ടില്ലേ, എന്റെ റിലേഷൻ സേവ് ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ ഞാൻ ഡിവോഴ്സ് ആകാനായിട്ട് പോവുകയാണെന്ന് അയാൾ പറയുമ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്, നിങ്ങൾക്ക് ഇനിയും ചാൻസസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മതി എന്ന് തേങ്ങ അയാളുടെ അടുത്ത് പറയും. അന്നേരമാണ് അവർ ഹസ്ബൻഡും വൈഫും ആയിരുന്നു എന്ന് തേങ്ങനെ ഓൾറെഡി അറിയായിരുന്നു എന്ന് അയാൾ തിരിച്ചറിയുന്നത്. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ഹ്യൂജിന് വയ്യാതെ വരും. കാർ ഒതുക്കി നിർത്തിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങും. ഒരു റിവർ സൈഡിലേക്കാണ് അവൾ ചെന്ന് നിൽക്കുന്നത്. യൂസങ്ങും കൂടെ ചെല്ലും. ഞാൻ ആ ഡ്രൈവറിനെ പറഞ്ഞു വിട്ടു, അടുത്ത ഡ്രൈവറെ കിട്ടാനായിട്ട് ഇനി കുറച്ച് സമയം എടുക്കും. എന്തായാലും ഇന്നിവിടെ ഫയർ വർക്ക്സ് നടക്കാനായിട്ട് പോവുകയാണ്, അതെന്റെ കൂടെ വാച്ച് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് യൂസങ് ഹ്യൂജിന്റെ അടുത്ത് ചോദിക്കും. ഇത് കേൾക്കുന്നുണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോഴത്തെ സംഭവമാണ് അവർക്ക് ഓർമ്മ വരുന്നത്. സ്പ്രിംഗ് ഫെസ്റ്റിവലിന് പോയിട്ട് അവിടുന്ന് ഫയർ വർക്ക്സിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇവളും യൂസങ്ങും കൂടി അന്ന് പുറത്തു പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് യൂസങ് അവന്റെ സ്കോളർഷിപ്പ് സ്പോട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പഠിക്കാൻ പോവാണ്, നമുക്കിനി കാണാനായിട്ട് പറ്റത്തില്ല, ബ്രേക്കപ്പ് ആവാമെന്ന് അവൾ ചെന്ന് യൂസങ്ങിന്റെ അടുത്ത് പറയുന്നത്. ശരിക്കും അന്ന് കോളേജിൽ പഠിക്കുമ്പോഴും ഇയാൾക്ക് കാർ ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് ഒരു സെമി ബേസ്മെന്റ് ഏരിയയിലായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണെന്ന് ഇയാൾ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞത്. അന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾക്കത് ഫീൽ ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇപ്പോഴാണ് ഞാൻ ശരിക്കും അത് മനസ്സിലാക്കുന്നതെന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും 7 വർഷം മുമ്പ് നമുക്ക് മിസ് ചെയ്ത ആ ഫയർ വർക്ക്സ് ഇന്ന് കാണാൻ പറ്റുന്നല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് സന്തോഷമാണെന്ന് അവൻ പറയും. പിന്നെ ഓൾറെഡി അവൾ അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്നും അവൻ അറിയായിരുന്നു. ഞാൻ അത് തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കത് കൂടുതൽ വിഷമാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അറിയാത്ത കൂട്ട് ഭാവിച്ചതെന്ന് അവൻ പറയും. എന്തായാലും റീസൺ ചോദിക്കുന്നതിന് മുമ്പ് അവളെല്ലാം തുറന്നു പറഞ്ഞതിൽ അവന് സന്തോഷം തോന്നും. ഒന്നിച്ച് ഫയർ വർക്ക്സ് ഒക്കെ കണ്ടതിന് ശേഷം യൂസങ് ഹ്യൂജിനെ കൊണ്ട് വീട്ടിലേക്ക് പോവും. ഇയാള് അപ്പാർട്ട്മെന്റിൽ കയറിയതിനു ശേഷമേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്യും. സേഫായിട്ട് വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചിട്ട് ടേങ്ങും അന്നേരം ഹ്യൂജിനെ വിളിക്കും.
എനിക്ക് ഇവിടുത്തെ പണിയെല്ലാം തീരാറായി, ഞാനും ഇറങ്ങാൻ തുടങ്ങുകയാണെന്ന് അവൻ പറയും. അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇവള് ചേച്ചിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. വാതിൽ അടയ്ക്കാൻ മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറയും. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ സാധനങ്ങൾ മുഴുവൻ വലിച്ചുവാരി ഇട്ടേക്കുകയാണ്. എന്തോ ഒരു നിഴൽ അനങ്ങുന്നത് അവൾ കാണും. അവൾ പേടിച്ച് നിലവിളിക്കും. അത് ചേങ് ഫോണിൽ കൂടി കേൾക്കും. താഴെ നിൽക്കുന്ന യൂസങ്ങും കേൾക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.